പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആരോഗ്യത്തോടെ, ക്ഷേമത്തോടെ, ഐശ്വര്യത്തോടെ ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനം ചെയ്തതോർത്ത് കർത്താവിൻ്റെ നാമത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് കടക്കാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഐസിയ ചാപ്റ്റർ 45 വേഴ്സ് 4. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എൻ്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാവർക്കും ഈ ശബ്ദവീജിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ഒരുമിച്ച് അടുത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടട്ടെ, സംസാരിക്കട്ടെ, ഇന്നത്തെ ജീവിപ്പാൻ ആവശ്യമാകുന്ന ജീവമന്ന നമുക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ വചനം നമുക്ക് ചിന്തിക്കാം. ഇവിടെ എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് യാക്കോബ് നിമിത്തവും വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും എന്ന് പറഞ്ഞാൽ യാക്കോബിനെ, ദൈവത്തിന്റെ ജനത്തെ ഉറപ്പിക്കാൻ, ഓൺ ബിഹാഫ് ഓഫ് ജേക്കബ്, ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ എന്നൊരു വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഈ വാക്യത്തിന്റെ 44-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം 45 തുടങ്ങുമ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ദാസനായ കോരശ്, ആ ചരിത്രം പറയുന്നത് എൻ്റെ അഭിഷിക്തനായ കോരശ്, എൻ്റെ ദാസനായ കോരശ് എന്ന് 44, 27, 28 വാക്യങ്ങളിലും 45 ഒന്നിലും പറയുന്നുണ്ട്. കോരശ് അല്ലെങ്കിൽ ചരിത്രം പറയുന്ന സൈറസ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവ്, ഈ രാജാവിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ കഥകളും ചരിത്രത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവത്തിൻ്റെ നിയോഗം ഈ മനുഷ്യന്റെ മേൽ കിടക്കുന്നതാ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. മറ്റൊരു പ്രത്യേകതയും കൂടി ഈ വചനത്തിനുണ്ട്. ഈ മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ, ഒരു 100 മുതൽ 150, 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ എഴുതപ്പെട്ടതാണ്. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വചന ശകലമാണ് നമ്മൾ വായിക്കുന്ന കോരസ് അല്ലെങ്കിൽ സൈറസ് എന്ന് പറയുന്ന ഈ രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ നിയോഗമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം ഒരുത്തനെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് അവൻ ജനിക്കുന്നതിന് മുൻപേ. യാക്കോബിനെ, ഏശാവിനെ കുറിച്ച് പറയുന്നത് അവർ തലമുറ, അത് പൈതങ്ങൾ ജനിച്ച് അവർ നന്മ കുറിച്ച് തിരഞ്ഞെടുക്കും മുൻപേ വിളിയാലുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് നിമിത്തം മൂത്തവൻ ഇളയവനെ സേവിക്കും. അത് യാക്കോബിനെ തിരഞ്ഞെടുത്തു, ഏശാവിനെ ദ്വേഷിച്ചു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അതിനകത്തുണ്ട്. ഇവിടെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഈ ജനത്തിന്റെ പുറത്തു നിന്ന് എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന വേലിക്കെട്ടിന്റെ ദൈവജനം എന്ന് പറയുന്നതിന്റെ പുറത്തുനിന്ന് ഒരുവനെ തിരഞ്ഞെടുക്കുക, അതൊരു ദൗത്യത്തിന് വേണ്ടി, ആലയം പണിയാൻ വേണ്ടി നിയോഗിക്കുന്ന കോരശിനെയാ ഇവിടെ കാണുന്നത്. കോരശിനെ കുറിച്ച് പറയുന്നത്, കോരശ് അല്ലെങ്കിൽ സൈറസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറയുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഒരു പ്രത്യേകതയുണ്ട്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇന്ന് കോരശ് എന്ന് പറയുന്ന ജാതീയ രാജാവിനെ ദൈവം വിളിക്കുമ്പോൾ ചരിത്രം പറയുന്നു, ആ മനുഷ്യൻ കാട്ടിക്കിടന്ന് വളർന്നു. അത് പ്രത്യേക സാഹചര്യങ്ങൾക്ക് ഒരു രാജകുമാരൻ ജനിക്കരുതെന്നുള്ള രീതിയിൽ നശിപ്പിക്കാൻ വരുന്നവരെ ഭയപ്പെട്ട് കാട്ടി വളർന്നു. പിന്നീട് നിയോഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള നിയോഗങ്ങൾ ഏറ്റെടുത്ത് രാജാവായി രാജഭരണം ഏറ്റെടുത്തു. പേർഷ്യ രാജ്യത്തിന്റെ ഏറ്റവും ശക്തനായ ന്യായാധിപതിയായി മാത്രമല്ല, നെബൂഖദ്നേസറാൽ പിടിക്കപ്പെട്ട ആലയത്തിന്റെ പാത്രങ്ങളും ആലയത്തിലെ സകല വസ്തുവകളും തിരിച്ചു കൊടുക്കി ആലയം പണിയാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ആ പേർഷ്യൻ രാജാവ് ആ ദൈവജനത്തിന് അതിനുവേണ്ട ശക്തിയും സെരുബ്ബാബേലിനും സെഖര്യാവിനും തുടങ്ങിയ യോശുവ തുടങ്ങിയവർക്ക് അതിനുള്ള പ്രോത്സാഹനവും സപ്പോർട്ടും കൊടുത്ത മനുഷ്യനാണ് കോരശ്.
അപ്പോ ഇവിടെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നീ എന്നെ അറിയാതിരിക്കെ, അതാ നമ്മുടെ ഇന്നത്തെ പ്രതിവാദ വിഷയം. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവിടെ മുമ്പ് എഴുതിയിട്ടുണ്ട്, താമര വാതിലുകൾ ഇരുമ്പോടാമ്പലുകൾ നിനക്ക് മുമ്പേ ഖണ്ഡിക്കപ്പെടും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. 41-2 വാക്യങ്ങളിൽ അതിന്റെ വ്യക്തത എഴുതിയിട്ടുണ്ട്. അത് ഇപ്രകാരം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. ഇത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്കോ വാക്തത്വമോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിക്കുന്നു, ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. തീർന്നില്ല, എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ അറിയാതിരിക്കേണ്ടതിന് നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തരുമില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. അരമുറുക്കിയിരിക്കുന്നു പറഞ്ഞ അന്നത്തെ രാജാക്കന്മാർക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പിന് അദ്ദേഹത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അരമുറുക്കി ആ രാജസ്ഥാനം ഉറപ്പിക്കുന്നത്, അത് ദൈവം നിയോഗത്താൽ ഈ മനുഷ്യന് മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്ന ആ വസ്തുതയിലേക്കൊന്ന് വരട്ടെ. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോടൊരു അരുളപ്പാട് കർത്താവിനെ വിശ്വസിക്കുന്ന നിന്നോട് പറയുന്നേ, നീ അറിയാതിരിക്കെ. നീ അറിയില്ല ദൈവം ആരാണെന്ന്. ദൈവത്തിന്റെ പ്രത്യേകത അറിയില്ല. ദൈവം മറ്റൊരുത്തരും ഇല്ലെന്ന് അറിയില്ല. അറിയാതിരിക്കെ നിന്നെ നിയോഗത്താൽ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണമേ, നിന്നേക്കാൾ മിടുക്കന്മാരില്ലാഞ്ഞിട്ടല്ല, നിന്നേക്കാൾ ശ്രേഷ്ഠന്മാരും നിന്നേക്കാൾ പ്രഗത്ഭന്മാരും ഇല്ലാഞ്ഞിട്ടല്ല. നിന്നേക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും പ്രഗത്ഭന്മാരും ഉണ്ടായിരുന്നപ്പോൾ അവരെ തള്ളി, അവരെ മാറ്റി നിർത്തി, അവരെക്കാൾ ശ്രേഷ്ഠനെന്ന് വിചാരിച്ച് നിന്നെ തെരഞ്ഞെടുത്ത ഒരു ദൈവത്തിന്റെ പദ്ധതി. ഇത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാ. ദൈവത്തിന് ഒരു പക്ഷിയെ ആവശ്യം വന്നപ്പോ നല്ല വെളുത്ത നിറമുള്ളതും വൃത്തിയുമുള്ളതുമായ പക്ഷികളെയൊക്കെ മാറ്റി നിർത്തി, കൊക്കും അരയന്നത്തെയൊക്കെ മാറ്റി നിർത്തി ഏലിയാവിന്റെ അടുക്കൽ ദൈവം അയച്ചത് കരിക്കാരൻ കാക്കയാണ് അയച്ചത്. കാക്കയെ മതി തമ്പുരാന്, കാക്കയെ മതി. പക്ഷിയെ വേണ്ടിയപ്പോൾ തമ്പുരാൻ തിരഞ്ഞെടുത്ത് കാക്കയാ. ഒരു പാത്രം ദൈവത്തിന് വേണ്ടിയപ്പോൾ അകത്തിരിക്കുന്ന വെള്ളി പാത്രങ്ങളെ തള്ളി, വീഞ്ഞ് തീർന്ന പാത്രങ്ങളെ അതിനെ തള്ളിയിട്ട് യേശു കർത്താവ് പറഞ്ഞു, പുറത്തിരിക്കുന്ന കൽപാത്രങ്ങളുണ്ട്, 5-6 പറ വീതം കൊള്ളുന്ന ശുദ്ധീകരണ നിയമം അനുസരിച്ച് പുറത്തു വെച്ചിരിക്കുന്ന പച്ചവെള്ളം എടുക്കുന്ന കൽപാത്രങ്ങൾ, പുറത്തു വെച്ചിരിക്കുന്ന പാത്രം മതി, അകത്തെ പാത്രം വേണ്ട. പുറത്തിരിക്കുന്ന പാത്രത്തെ അകത്തു കയറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കർത്താവിനൊരു മൃഗത്തെ ആവശ്യം വന്നപ്പോ കർത്താവ് പറഞ്ഞു, അന്നത്തെ ഒരു പ്രൗഢി കാണിക്കാൻ ആനയോ അന്നത്തെ യുദ്ധത്തിന്റെ അത് മുഖമാകുന്ന അടയാളമാകുന്ന കുതിരയോ അധികാരത്തിന്റെ ചിഹ്നമായ കുതിരയോ മാറ്റി നിർത്തിയിട്ട് തമ്പുരാൻ പറഞ്ഞു, ആരും കയറാത്തൊരു കഴുതക്കുട്ടിയുണ്ട്, അതിനെ അഴിച്ചോണ്ട് വാ. അത് മതി തമ്പുരാൻ, അത് മതി. അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ദൈവത്തിന് മനുഷ്യനെ ആവശ്യം വന്നപ്പോ കർത്താവ് തെരഞ്ഞെടുത്ത സന്നദ്ധി സംഘത്തെയല്ല കർത്താവ് തെരഞ്ഞെടുത്തത്, നല്ല പുരോഹിതന്മാരെയല്ല, കന്നാത്തും കയ്യപ്പാവും നല്ല വിദ്യാഭ്യാസമുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ദൈവം മുക്കുവരായി അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു അതേ സാമാന്യ ജനമെന്ന് അപ്പോസ്തലർ പ്രവൃത്തി 4:13 പറഞ്ഞിരിക്കുന്ന ആ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മീൻപിടുത്തക്കാരെയും മതി കർത്താവിനെ. ഇവിടെ നിർത്തിയൊരു കാര്യം പറയട്ടെ. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് രാജാക്കന്മാർ ഇതിനകത്തുണ്ട്, ഇടയൻ രാജാവായ ചരിത്രമുണ്ട്, മന്ത്രിമാരുണ്ട്, ഏറ്റവും വിദ്യാവിഹീനനായ പത്രോസിനെ പോലെയുള്ളവരുണ്ട്, ബാഹുല്യമുള്ള പൗലോസിനെ പോലെയുള്ളവർ ഇതിനകത്തുണ്ട്, സമ്പന്നന്മാരായ ചുങ്കക്കാരൻ മത്തായിയുണ്ട്, ദാരിദ്ര്യത്താൽ മൂക്കുകുത്തുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സക്കായിയെ പോലുള്ള പ്രിയപ്പെട്ടവരെ കർത്താവ് വിളിച്ചു. അപ്പൊ തന്നെ ആർക്കും വേണ്ടാതെ കിടന്ന തെരുവിന്റെ മക്കളായ ഒരുത്തനും തിരിഞ്ഞു നോക്കാതെ ഭൂതഗ്രസ്തനായ ലഘ്വൻ ബാധിച്ചവരെ കർത്താവ് തിരഞ്ഞെടുത്തു.
മനസ്സിലാക്കണം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ കോരസിനെ തെരഞ്ഞെടുത്ത ദൈവം, നിയോഗത്താൽ തെരഞ്ഞെടുത്ത ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഇന്ന് പകലിൽ ഒന്ന് ഉറപ്പിച്ച്, നിന്നെ തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. നിന്റെ ക്വാളിറ്റിയും ഗുണവും ഗുണവിശേഷങ്ങളും പ്രത്യേകതകളും നോക്കിയിട്ടല്ല, മറിച്ച് തമ്പുരാന് നിന്നെ കൊള്ളാമെന്ന് തോന്നിയിട്ട്, നിന്നെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് ദൈവം നിന്നോട് പറഞ്ഞ വാക്ക് അതൊന്ന് കേട്ടേ. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓമന പേര് ചൊല്ലി വിളിച്ച ദൈവം നിന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്കോ അതിനുവേണ്ടി മാത്രമല്ല, അതൊരു കോംപ്ലിമെന്റ് മാത്രം. ആ നിത്യത വരെ എത്തിക്കുന്ന നിത്യജീവനെ തരുന്ന ഒരു കരത്തിലേക്ക് നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് നീ ഒന്ന് വിശ്വസിച്ചേ. രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന, വഴിയിലിട്ടിട്ട് പോകാനല്ല, മറ്റൊരാൾക്ക് ഇട്ടുകൊടുക്കാനല്ല, മറിച്ച് നിത്യതയെ എത്തിക്കാൻ. അതെ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം ജയിക്കത്തില്ല. പാതാള ഗോപുരമായിട്ട് യുദ്ധമുണ്ട്. പക്ഷെ ജയിക്കാത്ത ഒരു ദൈവകൃപ നിന്റെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. വിലയ്ക്ക് വാങ്ങിയവൻ, ഓമന പേര് ചൊല്ലി വിളിച്ചവൻ, അവിടെ എത്തുന്നത് വരെ നിന്നെ പരിപാലിക്കുന്നവൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലവണക്കിരിക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്നു. ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം, ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സാഹചര്യത്തിനകത്ത് ചിലപ്പോൾ രോഗത്തിന്റെ പിടിയിൽ, കടഭാരത്തിന്റെ പിടിയിൽ, മറ്റൊരു വല്ല വാതിലുകൾ വളച്ചിരിക്കുമ്പോൾ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വാർത്ത, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം, ഞാൻ നിന്റെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവ്, ജനത്തെ അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരം പ്രിയപ്പെട്ടവരോട് കൂടിയിരിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ കർത്താവെ, അടിയീ ജനത്തെ കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്നു. ഓമന പേർ ചൊല്ലി വിളിച്ചിരുന്ന അതെ ഇന്ന് നീ ഈ സന്ദേശം കേൾക്കുമ്പോൾ കേൾക്കാൻ കാരണമായിരിക്കുന്നത് നിന്നെ തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ കരം കൂടിയിരിക്കുന്നതിനായി നന്ദി. ജനത്തെ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. ജീവിക്കാൻ ആവശ്യമാണ് ദൈവകൃപ, ദൈവം കൂടെയുള്ളതുള്ള ഉറപ്പ്, അഷ്വറൻസ് ദൈവജനത്തിന്, ഈ കേൾക്കുന്ന ജനത്തിന് തമ്പുരാൻ കൊടുത്തിരിക്കാൻ നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.